മുഖത്ത് നോക്കി ഞൊണ്ടിക്കാലാന്ന് വിളിക്കുമ്പോഴും അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ വിളിക്കുമ്പോഴും ഞാൻ പ്രതികരിക്കാതെ ഞാൻ സന്തോഷത്തിൽ താങ്ക് യു സോ മച്ച്. എന്തായാലും ഞങ്ങൾ കുഞ്ഞിനെ വിറ്റ് കാശാക്കുന്നു, പ്രസവം വിറ്റ് കാശാക്കുന്നു, ഇങ്ങനെയൊക്കെയല്ലേ. നീയും ഒക്കെ ഇതൊക്കെ തന്നെയല്ലേ മറ്റുള്ളവന്റെ വീട്ടിനകത്ത് എന്ത് നടക്കുന്നു. ഞങ്ങളുടെ കണ്ടന്റ് തന്നെയാണ് ഞങ്ങൾ വിൽക്കുന്നത്. നിങ്ങൾ വല്ലവരുടെയും കണ്ടന്റ് എടുത്തിട്ട് നിങ്ങളല്ലേ അപ്പൊ കരഞ്ഞ്. എല്ലാവർക്കും നമസ്കാരം. അഭിശ്രീ വ്ളോഗ്സിന് എല്ലാവർക്കും അറിയാലോ, അഭിലാഷിനെ ഭാര്യ ശ്രീകുട്ടി. ഓക്കെ, രണ്ടുപേരെ അറിയാം. അപ്പോൾ റീസെൻ്റ്ലി ഇവരുമായി ബന്ധപ്പെട്ടിട്ട് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ വീഡിയോയിൽ എനിക്കിവർ പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെൻറ്റിനോട് ഒട്ടും യോജിപ്പില്ല. കാരണം സ്വന്തം കൊച്ചിനെ അടുത്ത് കിടത്തിക്കൊണ്ട് പറയുന്ന സ്റ്റേറ്റ്മെൻറ്റാണ്, എൻ്റെ സാമാനത്തിൽ മറുകൊണ്ട് അവൻ്റെയിലും ഉണ്ട് എന്നുള്ളൊരു സാധനം. അതും പറഞ്ഞതിൻ്റെ ഉദ്ദേശം വേറെ ഏവനെ വന്നിട്ട് ഇവൻ്റെ കാല് വയ്യാത്തതുകൊണ്ട് അതുപോലെയാണോ കൊച്ചിൻ്റെ കാലെന്ന് ചോദിച്ചതിനും ഇവൻ കൊടുത്ത റിപ്ലൈ ആണ്. അതും കൊച്ചിനെ അടുത്ത് കിടത്തിക്കൊണ്ട് അത്രയും മ്ലേച്ഛകരമായിട്ട്. ഓക്കെ, നാളെ ആ കുട്ടി പുറത്തിറങ്ങി നടക്കുന്ന ഒരു വളർച്ചയൊക്കെ വളർന്നു വരുമ്പോൾ നിന്റെ അപ്പം പണ്ട് പറഞ്ഞ് നിന്റെ സാധനത്തിന് മറുകൊണ്ട് ഈ ഒരു സ്റ്റേറ്റ്മെന്റ് കേൾക്കേണ്ടി വരും. ഓക്കെ, അതുകൊണ്ട് നമ്മൾ മാസ് കാണിക്കുമ്പോൾ കുറച്ചൊരു പൊടിക്ക് അടങ്ങി കാണിക്കട്ടെ കേട്ടോ, അല്ലെങ്കിൽ നാട്ടുകാരെ എടുത്തിട്ട് അങ്ങോട്ട് അലക്ക്. എനിക്ക് അഭിലാഷിൻ്റെയോടാണ് പ്രത്യേകിച്ച് പറയാനുള്ള. അഭിലാഷ് എന്ത് മാങ്ങാത്തൊലി വർത്തമാനം പറഞ്ഞാലും അടുത്തിരുന്ന് ചിരിച്ചുകൊണ്ട് ശ്രീകുട്ടി അങ്ങോട്ട് ഇരുന്നോളും. എന്നിട്ട് ന്യായീകരണത്തിന്റെ മേലിൽ അങ്ങോട്ട് ന്യായീകരിച്ച് തള്ളിക്കോളും. കഴിഞ്ഞ ആഴ്ചയിൽ ഏറി കയറ്റി വിട്ടതുകൊണ്ട് ഈ ആഴ്ച ഒരു 2 ദിവസം ബാക്ക് ഒരു എക്സ്പ്ലനേഷൻ വീഡിയോ വന്നിട്ടുണ്ട്. ഞാൻ ആ എക്സ്പ്ലനേഷൻ വീഡിയോ കുറച്ചൊന്ന് കൊടുക്കാം. അപ്പോൾ ടൈറ്റിൽ ഇങ്ങനെയാണ്, യൂട്യൂബിലെ റോസ്റ്റർമാർക്കുള്ള മറുപടി. ഇനിയും ഇങ്ങനെ തന്നെ മറുപടി കൊടുക്കും. നീ ഇങ്ങനെ കൊടുത്തോണ്ടിരുന്നോ? നിന്റെ നിലവാരം തന്നെ തകർന്ന് തരിപ്പണമാണ്. പ്രത്യേകിച്ച് ഇടയിൽ ഞാനും തെറി വിളിക്കാറുണ്ട്, നീയും വിളിക്കാറുണ്ട്, നമുക്ക് എല്ലാവർക്കും വിളിക്കാറിയാം. ഈ തെറി വിളിക്കുക എന്ന് പറയുന്നത് ഭയങ്കര മാസമൊന്നുമല്ല. പിന്നെ ചില സാഹചര്യങ്ങൾ അത്രയും വൃത്തികെട്ട എന്തെങ്കിലും സംഭവങ്ങളൊക്കെ വരുമ്പോൾ നമ്മൾ അറിയാണ്ട് നമ്മൾ പൊട്ടി വിളിച്ചു പോകും. ഓരോ വിഷയങ്ങൾ വരുമ്പോൾ, ഓരോ സബ്ജക്റ്റ് വീഡിയോ ചെയ്യുന്ന സമയത്ത്. അല്ലാണ്ട് സ്വന്തം കൊച്ചിനടുത്ത് കിടത്തിയിട്ട് ഇമാതിരി പച്ച അപരാധം വിളിക്കുന്ന നിന്നെയൊക്കെ എനിക്കൊന്നും പറയാനില്ലടേ. സായിപ്പോപ്പി പോലും സ്വന്തം കുട്ടിയെ അടുത്തിരുത്തിയിട്ട് ഇമാതിരി തെറിയൊന്നും വിളിക്കത്തില്ല, ഞാൻ കണ്ടിട്ടുള്ളതാണ്. അവൻ അല്ലാതെ കിടന്ന് കൂറ എന്നൊക്കെ കിടന്ന് വിളിക്കുന്നതാണ്, ദായും പൂവൊക്കെ വെച്ചിട്ട്. പക്ഷെ സ്വന്തം കൊച്ചിനെ അടുത്തിരുത്തി അവൻ പോലും ഇന്നേ അവരൊരു വൃത്തിയിടം പറഞ്ഞിട്ടില്ല. പക്ഷെ നീ അത്രയ്ക്ക് നിലവാരമില്ലാതെ അത് പതിച്ചു പോയ ഒരുത്തനാണെന്നേ ഞാൻ പറയത്തുള്ളൂ. അതിനെ വീണ്ടും വന്നിരുന്ന് ന്യായീകരിക്കുന്നു. അറ്റ്ലീസ്റ്റ് നീ ചെയ്തത് തെറ്റാണെന്ന് സ്വയം തിരിച്ചറിഞ്ഞെന്നുള്ള രീതിയിലെങ്കിലും നീ പറഞ്ഞിരുന്നെങ്കിൽ അംഗീകരിക്കായിരുന്നു. എന്തായാലും നിന്റെ മറുപടി കേൾക്കാം. അതിൽ ആദ്യം തന്നെ ഒരു കമന്റ് പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്, ചേട്ടന്റെ കുഞ്ഞിന്റെ കാല് ചേട്ടന്റെ പോലെയാണോ? ആ കമന്റ് വീണ്ടും റിപ്പീറ്റിൽ വന്നിട്ടുണ്ട്. എടാ, നിനക്ക് വേണമെങ്കിൽ അവനെ തെറി വിളിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ പറയാം, പക്ഷെ ആ കൊച്ചിനെ അടുത്ത് കിടത്തിയിട്ടല്ല. ഓക്കെ, അതുപോലെ തന്നെ നിനക്ക് എന്തെങ്കിലുമൊക്കെ പറയണമെന്നുണ്ടെങ്കിൽ ആ കൊച്ചിൻ്റെ ഇത് ഇങ്ങനെ ഉണ്ട്, നിനക്കും ഇങ്ങനെ ഉണ്ടെന്ന് പറഞ്ഞിട്ടല്ല ആ സ്റ്റേറ്റ്മെന്റ് പറയേണ്ട. സാമാന്യ ബോധത്തോടെ ചിന്തിക്കണേ. നിന്റെ പഴയ വീഡിയോസ്, പോപ്പുലർ വീഡിയോസും പഴയ ഓൾഡസ്റ്റ് വീഡിയോസും ഒക്കെ എടുത്ത് നോക്കിയപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി, നീ വെറും അപ്പൊ തുടങ്ങിയാട്ടെ. എന്തായാലും നിനക്ക് പറയാനുള്ള നമുക്ക് കേൾക്കാം. മുഖത്ത് നോക്കി ഞൊണ്ടിക്കാലാന്ന് വിളിക്കുമ്പോഴും അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ വിളിക്കുമ്പോഴും ഞാൻ പ്രതികരിക്കാതെ ഞാൻ സന്തോഷത്തിൽ താങ്ക് യു സോ മച്ച്. എന്തായാലും ഞങ്ങൾ കുഞ്ഞിനെ വിറ്റ് കാശാക്കുന്നു, പ്രസവം വിറ്റ് കാശാക്കുന്നു, ഇങ്ങനെയൊക്കെയല്ലേ. നീയും ഒക്കെ ഇതൊക്കെ തന്നെയല്ലേ മറ്റുള്ളവന്റെ വീട്ടിനകത്ത് എന്ത് നടക്കുന്നു. അയ്യോടോ, നിങ്ങളുടെ കണ്ടന്റ് ആണോടോ നിങ്ങൾ വിൽക്കുന്നത്? അടിപൊളി കണ്ടന്റ്, സൂപ്പർ കണ്ടന്റ്, ചുറ്റുമടി കണ്ടന്റ്. നിങ്ങൾ പബ്ലിക്കിൽ ഒരു സാധനം കൊണ്ടിട്ട് കഴിഞ്ഞാൽ നമ്മൾ അഭിപ്രായം പറയാനുള്ള അഭിപ്രായ സ്വാതന്ത്ര്യമുണ്ട്. അതിന്റെ പേരിൽ നമ്മൾ നമ്മുടെ കുടുംബക്കാരെയൊന്നും എടുത്ത് വിൽക്കുന്നില്ലടേ. നിന്റെയൊക്കെ ഓഞ്ഞ കണ്ടന്റുകൾ തന്നെയാണ് നമ്മളെടുത്ത് വെച്ച് പറയുന്നത്. അതും നീയൊക്കെ മാന്യമായിട്ട് വീഡിയോ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളാരും അതിൻ്റെ അകത്ത് വന്ന് ചകയാനൊന്നും നിൽക്കുന്നില്ല. പ്രത്യേകിച്ച് നിന്റെ ഒന്നും വീഡിയോ ഇവിടെ ആരും കാണാറുമില്ല. പിന്നെ ആരെങ്കിലും ഒക്കെ കൊണ്ട് അയച്ചു തരും. അതിലെ കണ്ടാ ഈ പറഞ്ഞത് കേട്ടാ ഇങ്ങനെയൊക്കെ പറയും. അങ്ങനെ ഓരോരുത്തർ ചിലപ്പോൾ റിയാക്ട് ചെയ്യുന്നത് കണ്ടിട്ട് നമ്മൾ ഇങ്ങനെ ഒരു സംഭവം നടക്കണം എന്ന് പറഞ്ഞ് അങ്ങനെ ചെയ്യും. അങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത്. അല്ലാണ്ട് നിന്റെ വീഡിയോ ഇരുന്ന് കുത്തിയിരുന്ന് കാണേണ്ട ഗതികേടൊന്നും നമുക്കാർക്കും ഇല്ല. അതാദ്യം മനസ്സിലാക്കണേ. നീ എന്തോ വിചാരിക്കുന്നത്? നിന്റെയൊക്കെ കണ്ടന്റ് അല്ലെ നിന്റെയൊക്കെ വാങ്ങിയ വീഡിയോകൾ നമ്മൾ ഫുൾ ടൈം ഇങ്ങനെ നോക്കിയിരിക്കണം എന്നാണ് വിചാരം. ഒരു പട്ടിക്കുഞ്ഞിന് പോലും കാണണ്ട, ഉള്ള കാര്യം പറയാം. കാണാനും സമയമില്ല, കണ്ട് നമുക്ക് സമയം കളയാനും വയ്യ. പിന്നെ ഈ പറയുന്ന പോലെ ആരെങ്കിലും അയച്ചു തരുമ്പോഴോ അല്ലെങ്കിൽ മറ്റാരെങ്കിലും റിയാക്ട് ചെയ്യുമ്പോഴൊക്കെ ആയിരിക്കും ഈ വിഷയങ്ങൾ കാണുന്നത്. അല്ലാണ്ട് നിന്റെ വീഡിയോ ചെയ്ത് നോക്കി സമയം കളയാൻ ഒരു വേറെ പണിയില്ലാതെ അല്ല നമ്മൾ ഇരിക്കുന്നത് കേട്ടോ. അഭിലാഷ് ആൻഡ് ശ്രീകുട്ടി നിങ്ങളല്ലേ അപ്പൊ കരഞ്ഞ് മെഴുകി പറഞ്ഞത് നിങ്ങൾക്ക് പ്രഗ്നൻസിക്ക് വേണ്ടി നിങ്ങൾ വെയിറ്റ് ചെയ്യുക. പക്ഷെ ഇങ്ങനെ പറഞ്ഞു പോയി, നിനക്ക് കാര്യമാണെങ്കിൽ നീ എന്തെങ്കിലുമൊക്കെ ചെയ്യാം. അത് നമ്മളെ തന്നെ ഇപ്പോഴും അത് തന്നെയാണ് പറയുന്നത്. പക്ഷെ പറയുമ്പോൾ അന്തസ്സായിട്ട് നമ്മൾ പറഞ്ഞ കാര്യങ്ങളും അപ്പുറത്തും ഇപ്പുറത്തും ചാടി നിൽക്കുന്നവരൊന്നും അല്ല. അതല്ല, നമ്മുടെ ലോങ് വീഡിയോ
ചെറിയൊരു പോർഷൻ കട്ട് ചെയ്തിട്ട് പോർഷൻ കട്ട് ചെയ്തിട്ട് ആ പോർഷൻ എടുത്തിട്ടിരിക്കുന്നു. ഞങ്ങൾ ഇട്ട് തരാം, ഞങ്ങൾ പറഞ്ഞ ഇപ്പൊ ഒരു ഫോട്ടോഷൂട്ട് ഇത് ഹൈലൈറ്റ് ആയിട്ട് കൊടുക്കുന്നതാണ് കേട്ടോ. കട്ടയ്ക്ക് ഇറങ്ങി നിൽക്കുകയാണ് ഇപ്പൊ. നമ്മളെല്ലാം പറഞ്ഞുതരാം, നമ്മളിന്ന് കട്ടയ്ക്കാണ്, ഇന്ന് ഇവിടെ തന്നെ കൂടെ ആ മൂഡിൽ നിൽക്കുകയാണ് നോക്കാം. ചെയ്യുമ്പോ വയറ് കാണിച്ചെന്നോ അല്ലെങ്കിൽ അവരുടേതായ സ്റ്റൈലിൽ എന്തെങ്കിലും ഒരു മോഡൽ ചെയ്തു എന്ന് വെച്ചു. അങ്ങനെ ചെയ്യുന്ന പെൺകുട്ടികളാണെങ്കിലും ആൺകുട്ടികളാണെങ്കിലും അവരെല്ലാം പോക്ക് കേസെന്നാണ്. ആര് പോക്ക് കേസാണെന്ന്? അങ്ങനെ എല്ലാവരും പോക്ക് കേസാണെന്നൊന്നും പറയത്തില്ല, ഞാൻ പറയത്തില്ല. പിന്നെ ഈ പറഞ്ഞതുപോലെ ഈ അപരാധ മെമ്പർഷിപ്പും സബ്സ്ക്രിപ്ഷനും ഒക്കെ എടുത്ത് വെച്ചിട്ട് വെറും കോണാത്തിലെ പരിപാടി കാണിക്കുന്നതൊക്കെ മറ്റേ കേസുകൾ തന്നെയാണ്. അതിൽ വേറെ മാറ്റമൊന്നുമില്ല. അങ്ങനെ കാണിക്കുന്നതിനൊക്കെ അത് പറയാൻ തന്നെ ചെയ്യും. അല്ലാണ്ട് മോഡലിംഗ് ചെയ്യുന്നതിനോ ഫോട്ടോഷൂട്ട് ചെയ്യുന്നതിനൊന്നും നമ്മളങ്ങനെ പറയാറുമില്ല. അതിൻ്റെ ഇടയിൽ പോയി കിണ്ടാൻ നിൽക്കാറുമില്ല. പക്ഷേ കാട്ടപരാധങ്ങളും കടിക്കലഡ പിന്നെ ഈ സെറ്റപ്പിലൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ പറയാൻ തന്നെ ചെയ്യും, പറഞ്ഞുകൊണ്ടിരിക്കുക തന്നെ ചെയ്യും. അതിൻ്റെ പേരിൽ നീയൊക്കെ നമുക്ക് വേറെ അമ്മാവൻ പട്ടം ചാർജി തന്ന സുഖമായിട്ട് സന്തോഷത്തോടെ പട്ടം എടുത്ത് അങ്ങ് തലയിൽ വയ്ക്കും കേട്ടാ. പറ. കുറെ കാര്യങ്ങളിൽ നമ്മൾ തിരക്കും കാര്യങ്ങളും ഒക്കെയാണ്. കുഞ്ഞിനെ നോക്കുക, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളിലൊക്കെ നമ്മൾ തിരക്കാണ്. കാര്യം നമ്മളിത് അധികം നമ്മൾ ഈ പറയുന്ന പോലെ വീഡിയോസ് ഒക്കെ അപ്ലോഡ് ചെയ്തിട്ട് അങ്ങ് പോകും. കാര്യം പിന്നെ നോക്കിയപ്പോഴത്തേക്ക് ഒരു 1-2 റിയാക്ഷൻ വീഡിയോസ് കാര്യങ്ങളൊക്കെ ഒരു പ്രഗ്നൻസി ജേർണി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വീഡിയോ. ഏത് വ്ളോഗേഴ്സ് പറയടാ? പോയാ ചത്ത ഇല്ല? ഓ കോപ്പ് ചക്കായെന്ന് തോന്നുന്നു, റേഞ്ചും ഇല്ലേ? ഇതെന്താ ഇങ്ങനെ? വീഡിയോസ് ഒക്കെ അപ്ലോഡ് ചെയ്തിട്ട് പോകും. കാര്യം പിന്നെ നോക്കിയപ്പോഴത്തേക്ക് ഒരു 1-2 റിയാക്ഷൻ വീഡിയോസ് കാര്യങ്ങളൊക്കെ ഒരു പ്രഗ്നൻസി ജേർണി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വീഡിയോ. ഏതൊരു വ്ളോഗ്? കാണാത്തവരുണ്ട്, താഴെ പിൻ ചെയ്തിട്ട് കണ്ടു നോക്കുക. അതിൽ നമ്മളെ പ്രഗ്നൻസി ജേർണിയാ പറഞ്ഞിട്ടുള്ളത്. പിന്നെ അത് കൂടാതെ നമ്മൾ ലേറ്റസ്റ്റ് ആയിട്ടിട്ട് ഒരു റീലിനകത്ത് വന്നൊരു കമന്റിന്റെ റിയാക്ഷനും കമന്റ് ഇങ്ങനെ ആയിരുന്നു. അതുകൊണ്ട് താഴെ കൊടുക്കാം. കമന്റ് ഇങ്ങനെ ആയിരുന്നു. ഇല്ല കമന്റ് വായിക്കും മുന്നേ നിന്റെ കമന്റ് ബോക്സിലുള്ള ഒരു കമന്റ് നീ ഒന്ന് വായിക്കും. ഓക്കെ, നെഗറ്റീവ് കമന്റുകൾക്ക് റിയാക്ട് ചെയ്യുന്നത് തെറ്റില്ല. പക്ഷെ ആ റിയാക്ഷനിൽ നിങ്ങളുടെ നിലവാരം എപ്പോഴും കാത്തു സൂക്ഷിക്കണം. നിങ്ങളെ സ്നേഹിക്കുന്നവരും പിന്തുണയ്ക്കുന്നവരും ഒരുപാട് പേരുണ്ട്. ഞാനും അടുത്തിടെ നിങ്ങളുടെ വീഡിയോകൾ കാണാൻ തുടങ്ങിയത്. അതുകൊണ്ട് ഇങ്ങനെയുള്ള റിയാക്ഷൻ വീഡിയോകൾ ഒഴിവാക്കി പോസിറ്റീവായി മുന്നോട്ട് പോവുക. റിയാക്ഷൻ വീഡിയോ ഒഴിവാക്കിയിട്ട് പോസിറ്റീവായിട്ട് മുന്നോട്ട് പോവുക. പിന്നെ നിന്റെയൊക്കെ ഓഡിയൻസ് വന്നിരുന്നിട്ട് നിന്റെ സാധനത്തിൽ മറുകുണ്ടോ, നിന്റെ സാധനം വെളുത്തതാണോ പച്ചയാണോ ചുവപ്പാണോ എന്ന് നോക്കാൻ വേണ്ടിയിട്ടാണോ അവിടെ നിന്റെ ഓഡിയൻസ് വന്നിരിക്കുന്നത്? ആ ഒരു സാമാന്യ ബോധം നിനക്കുണ്ടാടാ? അയ്യേ, ഇത് നാട്ടുകാരോട് വിളിച്ചു പറയുമ്പോൾ അടുത്തിരുന്ന് സ്വന്തം ഭാര്യ ചിരിച്ചോണ്ടിരിക്കുകയാണ്. എൻ്റെ ഏട്ടൻ്റെ സാധനം കറുത്ത മറുകൊണ്ടെന്ന്. ശ്രീക്കുട്ടി മിണ്ടാരി ഏട്ടാ, ഇത് ആ സെറ്റപ്പ്. അതുകൊണ്ടാ പറഞ്ഞത് എൻ്റെ പൊന്നടാവേ, ചിരിപ്പിക്കല്ലടപ്പൊല്ലേ. ചേട്ടന് കാല് വയ്യാത്തല്ലേ, അതുകൊണ്ട് കാലിന് പ്രശ്നമുണ്ടോ? അപ്പൊ മോന് കാലിന് പ്രശ്നമുണ്ടോന്നല്ല, മോന്റെയും കാല് അതുപോലെയാണ് കണ്ടിട്ട് തോന്നി എന്ന് പറഞ്ഞിട്ട്. അപ്പൊ ആർക്കും തോന്നുന്നത് ഡൗട്ട് തോന്നുമ്പോ ഓട്ടോമാറ്റിക്കലി നമുക്ക് നില്ല ആ കമന്റ് വായിച്ചു തരാം. ഒരു കാര്യം ചോദിച്ചോട്ടെ, ചേട്ടന്റെ കാല് പോലെ മോനും എൻ്റെ കാലിനും എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ഒന്നും തോന്നല്ലേ, കണ്ടപ്പോൾ ചോദിച്ചതാ എന്ന് പറഞ്ഞുകൊണ്ട് ഒരാൾ കമന്റ് ചെയ്തപ്പോ നീ സാധനമായിട്ട് എന്തിനാ കമ്പയർ ചെയ്തേ? നിന്റെ സാധനത്തിന്റെ ഞാൻ അതിലെ കൺട്രോൾ നീ എന്തിനാ അങ്ങനെ പറയാൻ പോയാ? അതുകൊണ്ടല്ലേ നാട്ടുകാരെടുത്തിട്ട് പൊക്കാലിട്ടത്. എന്നിട്ട് വന്നിട്ട് വീണ്ടും ജായികരിക്കട. എടാ നിനക്ക് പറയാമല്ലോ, നീ ഈ കമന്റ് ഇട്ടവനടുത്ത് നീ എന്തെങ്കിലും പറഞ്ഞിരുന്നെങ്കിലും എനിക്ക് ആ ഒരു സാധനം തോന്നത്തില്ല. പ്രത്യേകിച്ച് നിന്റെ കൊച്ചിനെ ബാക്കി നീ കടത്തിക്കൊണ്ടാണ് നീ ഇമാതിരി ഊഞ്ഞാലാടി സ്റ്റേറ്റ്മെന്റ് പറയുന്നത്. അത് യോജിക്കാൻ പറ്റില്ലടാ. നീ എങ്ങനെയായിരുന്നു മെഴുകിയാലും യോജിക്കാൻ പറ്റില്ലെന്ന് തന്നെ പറയും. കാര്യം മനഃപൂർവ്വം ഇൻസൾട്ടഡ് ആക്കാനും മനഃപൂർവ്വം ഒരു ജനിച്ചു വീണ കുഞ്ഞിനെ പോലും ഇങ്ങനെ പറയാൻ താല്പര്യം. നിങ്ങൾ പേരൻസ് ആണ്. എന്റെ പൊന്നു ശ്രീകുട്ടി, ഞാൻ ചോദിക്കട്ടെ, പേരൻസ് ആണെന്ന് വെച്ചിട്ട് ഒരുത്ത ഇങ്ങനെ ഒരു ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ എന്റെ സാധനത്തിൽ കുത്തുണ്ടോ അവന്റെ സാധനത്തിൽ കുത്തുണ്ടോന്ന് പറയുന്നതാണ് അതിന്റെ ഉത്തരം. എന്ത് മാച്ചോടാ? ഇതിനേക്കാളും ഡീസന്റ് ഞാനാ സത്യം ഞാൻ ചുമ്മാ പറഞ്ഞല്ല, ഇതിനേക്കാളും ഡീസന്റ് ഞാൻ വെച്ച് ഞാനായിരിക്കും ഏറ്റവും വലിയ തെറ്റെന്ന്. നീയാ അതിന്റെ താഴെ മറ്റുള്ള കമന്റ്സ് വരുമ്പോഴും ഓട്ടോമാറ്റിക്കലി ആ കമന്റ്സിന് നമ്മൾ പ്രതികരിക്കും എന്ന് മനഃപൂർവ്വം അറിയാൻ വേണ്ടി, അഥവാ മനഃപൂർവ്വം ഇനി പ്രതികരിക്കാൻ വേണ്ടി ചെയ്തതാണോ? കാര്യം ഇതെടുത്ത് വീഡിയോസ് എടുത്തിട്ട് നമ്മളിത് പ്രതികരിക്കുമ്പോൾ തിരിച്ച് അതിനെതിരെ നമുക്കെതിരെ പ്രതികരിക്കാൻ വേണ്ടി നമ്മൾ ഓട്ടോമാറ്റിക്കലി സാധാരണക്കാരായിട്ടുള്ളത് എല്ലാവരും പറയുന്നത് കേട്ടു. പിന്നെ നമ്മൾ ബാക്കിയുള്ളവരെല്ലാം അംബാനിയുടെ അടുത്തിരിക്കുന്നവരുണ്ട്. ഇഞ്ചി പോടെ ചുമ്മാ. നമ്മളല്ല സാധാരണക്കാർ. സിംപ്ലിസിറ്റിയാണ് ഇറങ്ങുന്നത്. വേണ്ടടേ, സിംപ്ലിസിറ്റി കുറച്ച് മടക്കി വെച്ചോ. അല്ലെങ്കിൽ ബിഗ് ബോസിൽ പോയിട്ട് വന്നതിന് ശേഷം കുറച്ച് തിളപ്പ് കൂടുതല. പണ്ടൊക്കെ നീ റിയാക്ഷൻ ചെയ്യുമ്പോൾ ഞാൻ അതെടുത്ത് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇപ്പൊ ചെയ്യാത്തതിന്റെ ഒരു റീസൺ, എടാ നിന്റെ കൊച്ച് ആ കൊച്ചിതെല്ലാം കേട്ടാണ് വളരുന്നത്.
നമ്മളെ വാക്കുകൾ ഒന്ന് ഒരു പൊടിക്ക് അടങ്ങണം. എൻ്റെ വീട്ടിലിപ്പോൾ ഇവിടെ കുട്ടികളും പെട്ടികളും ഇപ്പോൾ ചട്ടികളൊന്നും ഇല്ല, ഞാൻ ഇവിടെ ഇരുന്നും കൊണ്ട് ഞാൻ പറയുന്നതാണ്. പക്ഷേ നമ്മളെ കൊച്ചിനെ അടുത്ത് കിടത്തിക്കൊണ്ട് ഇമാതിരി അപരാധങ്ങളൊന്നും വിളിച്ച് പറയാൻ നിൽക്കരുത്. അല്ലെങ്കിൽ നീ ഇങ്ങനെ പറയുമ്പോൾ മാറിയിരിക്കണം. പിന്നെ അത് മാറിയിരുന്നാലും ഇവിടെ കൊച്ചിൻ്റെ സാധനത്തിലും കറുപ്പ് നിന്റെ സാധനത്തിലും കറുപ്പെന്ന് പറയുന്ന ഇമാതിരി ഊഞ്ഞാലാടി സ്റ്റേറ്റ്മെന്റുകൾ പറയാറിരിക്കുക. ഓക്കെ, വീഡിയോസിലൊക്കെ ഇവനൊക്കെ സെലിബ്രേറ്റ് ഇവന്റെ സ്വന്തം മാനവും വിലയും കളയുന്നത്. എനിക്ക് മാനവും വിലയും കേസ് ദയവ് ചെയ്ത് നിങ്ങൾ മനസ്സിലാക്കുക. ഞാനൊരു സാധാരണക്കാരനായിട്ട് ഒരു കോളനി ജനിച്ചു വളർന്നൊരു വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും തോന്നുന്ന വികാരങ്ങളൊക്കെ തന്നെ എനിക്ക് എൻ്റെ ഭാഗത്തുനിന്ന് ഇതൊക്കെ തന്നെ പ്രതീക്ഷിച്ചാൽ മതി. ഞാനൊരു സെലിബ്രിറ്റി അല്ല. ഇപ്പൊ നമ്മളെ വൈഫിനെയോ നമ്മളെ കുഞ്ഞിനെയോ ഒക്കെ കണ്ടോട്ട് ഓരോന്ന് പറയുന്നു. എടാ നീ പറഞ്ഞല്ലോ സാധാരണക്കാരനാണ്, കോളനിയിൽ ജനിച്ചു വളർത്തുന്നതാണ്. ഈ കോളനിയിൽ ജനിച്ചു വളർത്തുന്നതിന് എന്താ കുഴപ്പം? കോളനിയിൽ ജനിച്ചു വളർത്തുന്നതിന് ഇങ്ങനെ ഇരുന്ന് പറയാമെന്നാണ്? നിനക്ക് ബോധമുണ്ടോ? എന്തും പാടേ നീ പറയുന്നത്? കോളനിയിൽ ജനിച്ചു വളർന്നവനാണ്, സാധാരണക്കാരനാണ്. നമ്മൾ പിന്നെ മറ്റേ ആകാശത്ത് നേരെ എടാ എല്ലാം ഭൂമിയിൽ തന്നെ അല്ല ജനിച്ചത്. നീ ഭൂമിയിൽ തന്നെ അല്ലെ, ആശുപത്രിയിൽ നിന്റെ വീട്ടിൽ ഇവിടെ എവിടെയെങ്കിലും അല്ലേ ജനിച്ചത്? അല്ലാണ്ട് നമ്മൾ ആകാശത്ത് നിന്ന് ജനിച്ചിട്ട് താഴോട്ട് പറന്നൊന്നല്ലല്ലോ. സാധാരണക്കാരാണ്. എടാ നമ്മളെല്ലാവരും ഇത് തന്നെ. പിന്നെ കാശുള്ളവർ ആ രീതിയിലും കാശില്ലാത്തവർ ഈ രീതിയിലും, അത്രേ ഉള്ളൂ. അല്ലാണ്ട് വേറെ മാറ്റമൊന്നുമില്ല. എല്ലാവരും ഭൂമിയിൽ തന്നെ ജനിച്ചത്. ഇതൊക്കെ വേർതിരിച്ച് വെച്ചിട്ടുണ്ട്. അത് കോളനി, മറ്റത് മറിച്ചത്, ജാതി മതം എന്നൊക്കെ പറഞ്ഞ് എല്ലാം വേർതിരിച്ച് വെച്ചിട്ടുള്ളത് മനുഷ്യന്മാരെ. കോളനിയിൽ ഞാൻ കോളനി ജനിച്ച സാധാരണക്കാരനാണ്. അയ്യോ, സിംപ്ലിസിറ്റി മെയിനേ. നമ്മളെല്ലാം മറ്റേ റോക്കറ്റിൽ നിന്ന് അങ്ങോട്ട് പോയത്. ഇജ്ജി പോടാ, ചുമ്മാ തള്ളാതായിരുന്നു. കേട്ട് നിൽക്കാനുള്ള അത്ര വലിയ മനസ്സുള്ള ആൾക്കാരൊന്നും അല്ല. എനിക്ക് പ്രതികരണ ശേഷി ഇച്ചിരി ഉള്ളതാണ്. ഞാൻ ചിലപ്പോൾ ഇങ്ങനെ, കാരണം പ്രത്യേകിച്ച് ഞാൻ പറയാം, ഞാൻ പ്രതികരിച്ചിട്ടുള്ളത് മിക്കപ്പോഴും നിങ്ങൾക്ക് മനസ്സിലാവും. ഒന്ന്, എന്നെ ഡിസേബിലിറ്റി റിലേറ്റ് ചെയ്തിട്ടുള്ളത്. അത് എനിക്ക് വേണ്ടി മാത്രമല്ല, ഡിസേബിലിറ്റി കാരണം അനുഭവിക്കുന്ന കുറേ പേരുണ്ട്. ഈ ഡിസേബിലിറ്റി കാരണം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് കുറ്റപ്പെടുത്തുന്ന കുറേ ഇൻസിഡൻസ് എൻ്റെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ട്. ഇനി ഇപ്പോഴും അങ്ങനെയാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. കാര്യം ഇതിനു മുമ്പ് തന്നെ എനിക്ക് തോന്നുന്നു കളിയാക്കുന്നവന്മാരൊക്കെ കളിയാക്കും, പറയുന്നവന്മാരൊക്കെ പറയും. അവന്മാർക്ക് നാളെ ഈ അവസ്ഥ അല്ല, അവൻ്റെയൊക്കെ വീട്ടിൽ നാളെ ഈ അവസ്ഥ വരുമ്പോൾ പഠിക്കും. അതത്രേ ഉള്ളൂ. നീ വിമർശിച്ചോ, നിനക്ക് അങ്ങത് വിഷമം വരുമ്പോൾ നീ വേണമെങ്കിൽ അറിയുന്ന ചീത്ത വിളിച്ചോ, അവന്മാരെ വേണമെങ്കിൽ പേഴ്സണലി വിളിച്ച് 10 തെറികൾ വിളിച്ചോ, അന്തസ്സുണ്ടേ. അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ വീഡിയോയിൽ നീ ഒന്ന് പ്രതികരിച്ചോ. പക്ഷേ എടാ നിന്റെ കൊച്ച് ബാക്കിലുണ്ട്, കൈക്കുഞ്ഞ. അപ്പം അത് ഓട്ടോമാറ്റിക്കലി ഇത്തരം വൃത്തിയായിട്ട് സംസാരിക്കുമ്പം ക്യാച്ച് ചെയ്യും. ഇല്ലെങ്കിൽ വിവരമുള്ള ആരത്തെങ്കിലും ഡോക്ടേഴ്സിൻ്റെ അടുത്തൊക്കെ ഒന്ന് ചോദിച്ചു നോക്കും. ഓക്കെ, നീയോ തൊലഞ്ഞ് കൊച്ചിനെങ്കിലും നേരെ വളർത്തുക കേട്ടാ, അതേ എനിക്ക് പറയാനുള്ളൂ. അപ്പോൾ ചോദിക്കും നീ ആരുടെ നന്മാരാ? ഞാൻ കേട കേട്ടവനെ എന്ന് വെച്ചിട്ട് എവിടെ എങ്ങനെ പെരുമാറണം എന്നുള്ള സാമാന്യ ബോധം എനിക്കുണ്ട്. നിന്നെ പോലെയല്ല, അത് കൺഫേമാണ്. പ്രഗ്നൻസി റിലേറ്റഡ് ആയിട്ട് ഞങ്ങൾ 7ാം മാസത്തിൽ ഒരു വയർ കാണിച്ചുകൊണ്ട് ഒരു ഫോട്ടോഷൂട്ട് ചെയ്തു. ആ ഫോട്ടോഷൂട്ടിന്റെ വന്ന താഴെ വന്ന കമന്റ്സ് പോലും എന്തൊരു വൃത്തികെട്ട ഫോട്ടോ ആണിത്, നിനക്കൊന്നും നാണോ മാനോ ഉണ്ടോ ഞൊണ്ടിക്കാൻ? ഫോട്ടോഷൂട്ട് എനിക്ക് വലിയ താല്പര്യമില്ല. ഈ മെറ്റേണിറ്റി ഫോട്ടോഷൂട്ട് എന്ന് പറഞ്ഞാൽ വയറെടുത്ത് കാണിച്ച് എന്തുവാ പണ്ടത്തെ കാലത്തെ. ഇനിയിപ്പോൾ നമ്മളമ്മാവനാവും പിടിച്ച് നമ്മൾ പണ്ടത്തെ കാലം പറഞ്ഞു കഴിഞ്ഞാൽ. പണ്ടത്തെ കാലത്ത് നല്ല കാര്യങ്ങൾ പറഞ്ഞാൽ അത് അക്സെപ്റ്റ് ചെയ്യാൻ പഠിക്കണം. എനിക്ക് താല്പര്യമൊന്നുമില്ല ഈ മെറ്റേണിറ്റി ഫോട്ടോഷൂട്ട് ഗോപ്പുക. എന്തിനാണ് നാട്ടുകാരെ മൊത്തം വയറെടുത്ത് കാണിച്ചുകൊണ്ടിരിക്കുന്നത്? ഞാനന്ന് എതിർത്ത് വീഡിയോ ചെയ്തതാണ്. മേ ബി ഞാൻ ചെയ്തതാണ്. നിന്നെ ഞൊണ്ടിക്കാലെന്ന് വിളിക്കുന്നുണ്ടെങ്കിൽ നീ എനക്കത് പ്രതികരിക്കാം. ഓക്കെ, പ്രതികരിക്കാനുള്ള റൈറ്റ്സ് ഉണ്ട്. പക്ഷെ ഞാൻ ഒറ്റ കാര്യം പറഞ്ഞോളൂ, ആ കൊച്ചിനെ ബാക്കി ഇരുത്തിക്കൊണ്ട് ഇമാതിരി കുണച്ച വർത്താനം പറയരുത്. നിന്റെ സാധനത്തിൽ കറുപ്പ്, ആ കൊച്ചിൻ്റെ സാധനത്തിൽ കറുപ്പ്. അത് എന്ത് വർത്താനം? കുറച്ച് മാന്യത വേണ്ടേ സംസാരിക്കുമ്പോൾ? നാളെ കൊച്ചിന് പുറത്തിറങ്ങി നടക്കാറുള്ളേ. കമന്റാണ് എന്നെ ഞൊണ്ടിക്കാലെന്ന് വെച്ചാൽ. അപ്പൊ ഇത് കാണുമ്പോൾ ഞാൻ എന്നുള്ളൊരു വ്യക്തി ഇങ്ങനെയൊക്കെ തന്നെ പ്രതികരിക്കുകയുള്ളൂ. ഇതും കണ്ടുകൊണ്ട് ഞാൻ ഓക്കെ, ശരി, ആ ഞൊണ്ടിക്കാരാന്ന് വിളിച്ചു, താങ്ക് യു സോ മച്ച്. ഇങ്ങനെ തിരിച്ചൊരു മറുപടി കൊടുക്കാനുള്ള കേപ്പബിലിറ്റി ഉള്ളൊരു വ്യക്തിയല്ല ഞാൻ ഇങ്ങനെ തന്നെ പ്രതികരിക്കുകയുള്ളൂ. ഒന്നാമത്തെ കാര്യം. പിന്നെ രണ്ടാമത്തെ കാര്യം, അതിൻ്റെ തന്നെ തൊട്ട് കാര്യം, ആ കുഞ്ഞ് വളർന്നു വരുമ്പോൾ വിൽപ്പനയ്ക്ക് വെച്ച തള്ളയുടെ ശരീരം കണ്ട് നിന്റെയൊക്കെ മുഖത്ത് തുപ്പും. പണത്തിന് വേണ്ടി ആർത്തുമൂത്ത് പെണ്ണുമ്പിള്ളയുടെ സാധനം വരെ പ്രദർശനിച്ച് വെച്ചിരിക്കുന്ന നാറി അവളുടെ തൊലിക്കെട്ടി സമ്മതിച്ചു. ഞൊണ്ടിക്കാലെന്നൊക്കെ ഇവളൊരു ഫോട്ടോഷൂട്ട് ചെയ്തു, ഞാനും അതിൻ്റെ കൂടെ ഉണ്ടായിരുന്നു. ഞാനും എൻ്റെ പെണ്ണുമ്പിള്ള അവളുടെ ഇത്രയും എൻ്റെ ഒരു കിടക്കുന്ന ആ സാധനം. ഓക്കെ, നീ ഒരു ഫോട്ടോഷൂട്ട് ചെയ്തു. എടേ, ഇങ്ങനത്തെ ഫോട്ടോയൊക്കെ എന്തിനാണെന്ന് ഞാൻ ചോദിക്കത്തുള്ളൂ. എനിക്ക് താല്പര്യമില്ല. ഞാൻ എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം പറഞ്ഞതാണ്. ഈ മെറ്റാൻ്റെ ഫോട്ടോഷൂട്ട് എന്ന് പറഞ്ഞാൽ വയറ് കാണിച്ച് നാട്ടുകാരെ മൊത്തം കാണിച്ച് ഫോട്ടോ എടുത്ത് ഇൻസ്റ്റയിലും യൂട്യൂബിലും ഫേസ്ബുക്കിലും ഒക്കെ ഇട്ട് കാശുണ്ടാക്കുന്നത് എനിക്ക് ഫെയറായിട്ട് തോന്നിയിട്ടില്ല. എന്തിനാ കാശൊക്കെ വേണോടെ? കാശ് വേണം എന്ന് വെച്ചിട്ട് എല്ലായിടത്തും അങ്ങോട്ട് ഉണ്ടാക്കാൻ നിൽക്കരുത്. ഇപ്പം നിങ്ങൾക്ക് 2 ഫോട്ടോ എടുക്കണം, ഫോട്ടോ എടുത്ത് വീട്ടിൽ ആൽബത്തിലെല്ലാം ഒട്ടിച്ച് എന്തിനാണ് നാട്ടുകാരെ മൊത്തം കാണിക്കണേ? ആ പെണ്ണിൻ്റെ വയറും അതും ഇതും എന്തിന്?
എന്താണ് അതിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടുന്ന സുഖം? കാശല്ലേ? അപ്പോൾ പറയും ഫോട്ടോ ഇട്ടിട്ട് കാശ് കിട്ടത്തില്ല. ഫേസ്ബുക്കിൽ ഫോട്ടോ ഇട്ട കാശ് കിട്ടും. നമുക്കറിയാം, നമ്മളെ ഈ ഫീൽഡിൽ നിൽക്കുകയല്ലേ, അതുകൊണ്ടറിയാം. അതിനത്തിന് ഇതിനകത്ത് ഇട്ട് അത്രയും പുണിതമായ ഒരു ഫോട്ടോയുടെ കമന്റ്സ് ഓക്കെ. സമൂഹം രണ്ട് തരം. അപ്പൊ ഈ ഇപ്പൊ ലാസ്റ്റ് ഇട്ട വീഡിയോക്കകത്ത് അബിയും കുഞ്ഞും കിടന്ന് ഉറങ്ങുന്ന വീഡിയോ ആണ്. അതിനകത്ത് വന്നിട്ട് നിന്റെ ചേട്ടന്റെ കാലിന് പ്രശ്നമുള്ള അല്ലെ കുഞ്ഞിനും അതുപോലെ പ്രശ്നമുള്ളൂ കാണുമ്പോ ഞാൻ എങ്ങനെ പ്രതികരിക്കും? അപ്പൊ ഞാൻ പറഞ്ഞു ചേട്ടന്റെ കാല് എപ്പോഴും ഒരുപോലെ സാമ്യം വരില്ല കുഞ്ഞെ. എടേ, നിന്റെ അടുത്ത് പ്രതികരിക്കരുതെന്നൊന്നല്ല പറഞ്ഞത്, പ്രതികരിച്ചോടെ. ആ കൊച്ചിനടുത്ത് എടുത്ത് പച്ചത്തെറി വിളിക്കില്ല. ഞാൻ തെറി വിളിച്ച് വീഡിയോ ചെയ്യുന്നവനെ, ഞാൻ ഇപ്പോഴും പറയാം. പക്ഷേ ഒരു ബോധം വേണം. പിന്നെ അതുപോലെ തന്നെ എനിക്ക് പറയാനുള്ള വേറെ കേസ്, എടാ ഇങ്ങനെയാ പ്രതികരിക്കുന്നത്. എൻ്റെ കൊച്ചിൻ്റെ ഇതിൽ കറുപ്പുണ്ട്, എൻ്റെയിലും കറുപ്പുണ്ടെന്ന്. ഇതാണ് അതിൻ്റെ പ്രതികരണം. ഇത് കോണാത്തിലെ പ്രതികരണമായിപ്പോയി. ഞാൻ സീരിയസ്ലി തന്നെയാണ് പറഞ്ഞത്. ഇപ്പോഴും ഞാൻ പറയാം, മനസ്സിലായി. ആ ഒരു പ്രൈവറ്റ് മറുകൊണ്ട് അതിന്റെ കൊച്ചിനോണ്ട് വീട്ടിൽ വന്ന് കാണിച്ചു കൊടുക്കാന്ന് പറഞ്ഞാൽ എന്ത് തെറ്റാണുള്ളത്? നീ ഫ്രെയിം ചെയ്ത് ബാക്കി വേടാ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഫ്രെയിം ചെയ്ത് ബാക്കി പോയി. നല്ലതാ. അയ്യോ, ശ്രീകുട്ടി അടുത്തിനും സപ്പോർട്ട് ചെയ്യണം. എന്തോ കുഴപ്പം? എൻ്റെ ഏട്ടൻ്റെയിലും കറുപ്പുണ്ട്, കൊച്ചിൻ്റെയിലും കറുപ്പുണ്ട്, സൂപ്പർ. എന്തുവാടേ ഇത്? ഇതാണോ അവിടെ ഇതിന്റെ പ്രതികരണം? ഇങ്ങനെയൊക്കെ പ്രതികരിക്കാൻ നിന്ന് കഴിഞ്ഞാൽ അവസാനം പൊക്കി കാണിക്കേണ്ട അവസ്ഥ ഒരു ഉദ്ധാരി എടുത്ത് തൂക്കി പോയി ഫ്രെയിം ചെയ്ത്. ഞാൻ നല്ല അവരാതെന്റെ വായിക്കാത്ത പറഞ്ഞു സത്യം. അങ്ങനെ എല്ലാ സാമ്യവും വരില്ല. അത് ഫണ്ണായിട്ടാണ് ഞാൻ പറഞ്ഞത്. അവർക്ക് ഇങ്ങനെ ഒരു കമന്റ് ഇട്ട് നമ്മളെ മുറിവേൽപ്പിക്കാമെങ്കിൽ തിരിച്ചങ്ങോട്ട് പറയുമ്പോഴാണോ ഇത്ര വലിയ പ്രശ്നമുള്ളത്? ഓക്കെ അവരിങ്ങോട്ട് പറഞ്ഞ് നീ അങ്ങോട്ട് പറഞ്ഞ്, അവർക്ക് ഇങ്ങോട്ട് ഇങ്ങനെ പറയാമെങ്കിൽ നമുക്ക് അങ്ങോട്ട് അങ്ങനെ പറഞ്ഞൂടെ? അവരെക്കാളും തരം താഴ്ന്നു പോയിടാ മതി. സത്യം ഉള്ള കാര്യം പറയാം, അവരെക്കാൾ തരം താഴ്ന്നു പോയി. മ്ലേച്ഛകരം. അതിനുപരി ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് നമ്മള് എയറിൽ നിൽക്കുന്നത് വേറൊന്നുമല്ല. കുറച്ച് പേര് ഇൻഫ്ലുവൻസേഴ്സ് എന്ന് പറയുന്ന കുറച്ച് പേര് നമ്മളുടെ കുറച്ച് വീഡിയോസ് എടുത്ത് റിയാക്ട് ചെയ്തിട്ടുണ്ട്. അറ്റ്ലീസ്റ്റ് മൊത്തം വീഡിയോ കണ്ട് എന്താണ് നമ്മൾ പറഞ്ഞിരിക്കുന്നതെന്ന് കേട്ടിട്ട് റിയാക്ട് ചെയ്യുന്നത് ഒരു ബെറ്റർ ആയിട്ട് മാത്രം. ഞങ്ങൾ പ്രഗ്നൻസി റിവീൽ എന്ന് പറഞ്ഞിട്ടുള്ളത് 2 വീഡിയോ. ഒന്ന് 2025 ഡിസംബർ 21 ആണ് പ്രഗ്നൻസി റിവീൽ. 2025 ഡിസംബർ 21. ഓക്കെ, അന്ന് ഞങ്ങൾ ചെയ്ത വീഡിയോയില് ഞങ്ങൾ പറഞ്ഞിരിക്കുന്നത് വ്യക്തമാണ്. ഈ വീഡിയോ നിങ്ങൾ കണ്ടു നോക്കാം. ഇത് ആക്ച്വലി നമ്മൾ റിയാക്ട് ചെയ്തിരിക്കുന്നത് എന്തുവാ അഭിലാഷേ? എന്താ പ്രശ്നം? തളർന്നു പോയോ? ആ ഒരു ഊർജമൊന്നും കാണുന്നില്ല. കഴിഞ്ഞ വീഡിയോയില് കമന്റ് ഇട്ടാണ്ട് തെറി വിളിക്കാൻ കാണിച്ച ഒരു എനർജി ഇപ്പൊ ഇല്ല. നീ തന്നെ നാട്ടുകാരുടെ തെറി വിളി കൊണ്ട് ഡൗൺ ആയി. അതെനിക്ക് മനസ്സിലായി, നിന്റെ ഇരിപ്പും ആ ഒരു സംസാരത്തിലൊക്കെ. എടാ നീറ്റായിട്ട് പോന്നു, നീറ്റായിട്ട്. ഒന്നുമില്ലെങ്കിൽ ഞാൻ ഒരു ഫാമിലിയൊക്കെ ആയില്ലേ, കുട്ടിയൊക്കെ ആയില്ലേ, കുറച്ചൊക്കെ അടങ്ങ്, ഒരു പൊടി കടങ്ങ്. അല്ലാണ്ട് ഞാൻ കോളനിയാണ്, ഞാൻ സാധാരണക്കാരനാണ്. കോളനിയിലുള്ളവർക്ക് എന്ത് പ്രശ്നം? മര്യാദയ്ക്ക് ജീവിച്ചു കഴിഞ്ഞാൽ മനുഷ്യന്മാരെല്ലാം മനുഷ്യന്മാർ തന്നെയാണ്. അത് കോളനിയും ഇല്ല, അപ്പുറത്തും ഇല്ല ഇപ്പുറത്തും ഇല്ല. എവിടെ ആയാലും നേരെ ജീവിച്ചു കഴിഞ്ഞാൽ ആരും ഒന്നും പറയത്തില്ല. അതേ എനിക്ക് പറയാനുള്ളത്. ഇപ്പം നീ സംസാരിക്കുന്ന സംസാരം എന്ന് വെച്ച് കഴിഞ്ഞാൽ സത്യം പറയാമല്ലോ, എൻ്റെ പെണ്ണുള്ളിയ വെറും മ്ലാച്ചാരമാണ്. എനിക്കത് ഫീൽ ചെയ്ത് ഞാൻ സംസാരിച്ചു, എൻ്റെ അഭിപ്രായം പറഞ്ഞു. ഇതിപ്പോൾ നീ വന്നിരുന്നിട്ട് ന്യായീകരിച്ച് മെഴുകുന്നുണ്ട്. നിനക്കൊരു എനർജി ഇല്ല, നിനക്കത് നല്ലോണം ഫീൽ ചെയ്തു. അതായത് നാട്ടുകാർ മൊത്തം തള്ളക്കി വിളിച്ച് കമന്റ് ബോക്സിൽ എല്ലാവരുടെ കമന്റ് ബോക്സിലും പൂരത്തെറി വിളി നിനക്ക്. അതുകൊണ്ട് നിനക്കത് ഫീൽ ചെയ്തു. ഓഫ് കോഴ്സ് അതെനിക്ക് മനസ്സിലായി. അതുകൊണ്ടാണ് നീ ഇങ്ങനെ ഇരുന്ന് മെഴുകുന്നത്. പോട്ടെ, ശരിയാവും. ഇനിയെങ്കിലും നേരെ ആവാൻ നോക്ക്. ഓക്കെ, റിവീൽ ചെയ്തിരിക്കുന്ന 2025 ഡിസംബർ 21 ഞങ്ങൾ ഈ ഒരു വീഡിയോ ഇട്ടിരിക്കുന്നത്. ഇത് ആക്ച്വലി നമ്മൾ പ്രഗ്നന്റ് ആയിട്ട് 3 months കംപ്ലീറ്റ് ആയതിനു ശേഷമാണ് ഈ വീഡിയോ ഇടുന്നത്. ഇതിനകത്ത് ഞങ്ങൾ പറഞ്ഞിരിക്കുന്നത് ഞങ്ങൾക്ക് കുഞ്ഞുങ്ങൾ ഉണ്ടാവാതിരുന്നിട്ട് അതിനു വേണ്ടിയിട്ട് ഞങ്ങൾ വന്നിരുന്ന് കരഞ്ഞു. അങ്ങനെയാണ് ഇത് ഈ വീഡിയോസ് പറഞ്ഞിരിക്കുന്നത്. വീഡിയോസിലെല്ലാം പറഞ്ഞു 2025, അതായത് 1 year ബാക്ക് ഡിസംബർ 21 ഞങ്ങൾ പറഞ്ഞിരിക്കുന്നതാണ്. നിങ്ങൾ കേൾക്കൂ. അതുപോലെ ആദ്യത്തെ ഒരു 3 മാസമൊക്കെ നല്ല ആണെങ്കിൽ റെസ്റ്റ് വേണ്ട ടൈമൊക്കെയാണ്. അപ്പോൾ അതുകൊണ്ട് നോക്കാം മാക്സിമം നമുക്ക് ഇത് പോസിറ്റീവ് ആണെന്നുണ്ടെങ്കിൽ. ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ നമ്മുടെ മുൻകാല വീഡിയോസിൽ, അതായത് ഇത് പറഞ്ഞിട്ടുണ്ട്, ഒരു
കുറച്ച് കാലം വെയിറ്റ് ചെയ്ത് ഞങ്ങളുടെ മാത്രം തീരുമാനമാണ്. പക്ഷെ നാട്ടുകാരും ഇതുപോലെ കുറെ കമന്റ്സിലൂടെ ഒക്കെ കുറെ കുറ്റപ്പെടുത്തിക്കൊണ്ടൊക്കെയുള്ള കുറെ കമന്റ്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ടായിരുന്നു. അപ്പോഴൊക്കെ ഞാൻ ഇവളുടെ അടുത്ത് പറയും, ഒന്നുമില്ല, സ്റ്റേ സ്ട്രോങ് ആൻഡ് പോസിറ്റീവ്. പോയിട്ട് വന്നിട്ട് ഹോസ്പിറ്റലിൽ പോയി ടെസ്റ്റ് ചെയ്യാനൊക്കെ കേട്ടതാ. ഇനിയിപ്പോൾ അതിന് ടൈം ആയെന്നൊരു തോന്നൽ എവിടെയൊക്കെയോ വന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഞങ്ങൾ ഇനി ഇതിനു വേണ്ടി പ്രിപ്പയർ ചെയ്യാന്നൊക്കെ വിചാരിക്കുന്നു. സോ ഞാൻ എന്നാലും എപ്പോഴും ടെസ്റ്റ് ചെയ്യട്ടോ. അല്ല, പ്രീവിയസിന് എനിക്ക് തോന്നുന്നു ഒരു കുറച്ച് ദിവസം മുമ്പ് നമ്മളൊന്ന് ടെസ്റ്റ് ചെയ്തതൊക്കെയാണ്. അപ്പോൾ പക്ഷെ നെഗറ്റീവാണ് കാണിച്ചത്. പക്ഷെ ഇത് നമുക്ക് എന്തോ ഒരു വിശ്വാസം, ഇവളെപ്പോഴും ഞാൻ അറിയാതെ ഒരുപാട് ചെയ്തു. അത് അവളുടെ വിഷമത്തിനല്ല, നമുക്കിപ്പോ ഒരു നമ്മളെ ഡേറ്റ് ഒന്ന് സ്കിപ്പ് ആകുമ്പോഴോ അല്ലെങ്കിൽ ഒന്ന് 2-3 ഡേയ്സ് മുന്നോട്ട് പോകുമ്പോഴോ നമുക്കൊരു പ്രതീക്ഷ, നമ്മളൊരു പെൺകുട്ടിയല്ലേ, അപ്പൊ ഒരു പ്രതീക്ഷ വരും, നമ്മൾ പ്രഗ്നന്റ് ആണോ, നമ്മൾ ടെസ്റ്റ് ചെയ്യും. ഞങ്ങളുടെ രണ്ടുപേരുടെയും തീരുമാനമാണെന്ന് ഓൾറെഡി 2025 ഡിസംബർ. നീ ഇതൊക്കെ ഇപ്പൊ തെളിയിക്കാനായിട്ടാണ് ഇറങ്ങി തിരിച്ചിരിക്കുന്നത്. എനിക്ക് സത്യം പറഞ്ഞ അവസാനം നിസ്സായ അവസ്ഥയായിട്ട് തോന്നുന്നു ബേസിക്കലി. ഓക്കെ, ഞാനുള്ള കാര്യം പറയാം. എനിക്കെന്തോ ഇവെന്ത് ഇങ്ങനെ എന്തെനിക്ക് തോന്നിപ്പോകുന്നു. കുറച്ചൊക്കെ ഒരു മെച്യൂരിറ്റിയോടെ പെരുമാറാൻ ശ്രമിക്കുക. ഇവൻ വേറെ വന്നിരുന്നിട്ട് ഞാൻ അങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു ഇതൊക്കെയാണ് അവൻ വിളിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇല്ലേ, വേറെ എന്തൊക്കെയോ ഇവൻ ഇതിൻ്റെ അകത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പഴയ വീഡിയോ കുത്തി പൊക്കിയിട്ടുണ്ടായിരുന്നല്ലോ, അതിനെയൊക്കെ പറ്റിയിട്ട് ഇവൻ എക്സ്പ്ലെയിൻ ചെയ്ത് അതിന് അങ്ങനെയല്ല ഇങ്ങനെയാണ്, അന്നത്തെ ഡാറ്റ് നമ്മൾ അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. നീ എന്തെങ്കിലും പറ, കുറച്ചുകൂടി കേട്ടിട്ട് അവസാനിപ്പിക്കട്ടെ. കാര്യം എന്താന്ന് പറഞ്ഞാൽ എന്ത് തോന്നുന്നു അല്ല, ഇങ്ങനെ വരുന്ന അല്ലാതെ നിങ്ങൾ ഞങ്ങൾ എത്രയോ വീഡിയോസ് കണ്ടിരിക്കുന്നു. എല്ലാ വീഡിയോസിലും ഞങ്ങൾ ഇങ്ങനെ തെറിവും പറഞ്ഞ് ഞങ്ങൾ ഇങ്ങനെ സംസാരിച്ചു. എടാ, നിനക്ക് ഇപ്പോഴും നീ മനസ്സിലാവുന്നില്ലടാ. എടാ, നീ തെറി വിളിച്ചത് ഏത് സിറ്റുവേഷനിലാ? കൊച്ചിനെ ബാക്കി കിടത്തിക്കൊണ്ട്. ഓക്കെ, അടുത്ത് നിന്റെ സാധനത്തിലും കൊച്ചിന്റെ ഇതിലും എന്ന് പറഞ്ഞ് നീ പറയുമ്പോൾ അത് മാച്ചമില്ലടാ. നാളെ കൊച്ചിന് പുറത്തിറങ്ങി കിടക്കണ്ടേ? സ്കൂളിൽ പോകുമ്പോൾ കളിയാക്കൂലേ? അപ്പോൾ പറയാം അതപ്പോഴല്ലേ, അപ്പോഴും കുഴപ്പമൊന്നുമില്ല, അപ്പോഴിതൊന്നും ആരും കാണൂല. അതൊന്നും പറയാൻ പറ്റൂല. കുത്തിപ്പൊക്കും പലതും. അതുകൊണ്ട് വിട്ട വാക്കും കൈവിട്ട ആയുധവും തിരിച്ചെടുക്കാൻ പറ്റാത്തത് കൊണ്ട് തന്നെ സൂക്ഷിച്ചും കണ്ടൊക്കെ സംസാരിച്ചില്ലേ എൻ്റെ പൊന്നെ അഭിശ്രീ അഭിലാഷ്. നാട്ടുകാരെ എടുത്തിട്ട് പഞ്ഞിക്കിടും. ഇനി നമുക്ക് കുറച്ച് കമന്റ്സ് കൂടി വായിച്ചിട്ട് അവസാനിപ്പിക്കാം. ഇവരുടെ പ്രഗ്നൻസി കോപ്രായങ്ങൾ ഭയങ്കര ഓവറായിരുന്നു. എങ്കിലും കാത്തിരുന്ന് കിട്ടിയ കൊച്ചിനെ പറ്റി പറഞ്ഞാൽ ആർക്കും പ്രതികരിക്കാതിരിക്കാൻ പറ്റില്ല. പ്രതികരണ ഭാഷ കൂടിപ്പോയി. ഇതേ പറഞ്ഞോളൂ. ഓക്കെ, പ്രതികരിക്കുന്നതിൽ ഒരു തെറ്റുമില്ല, പ്രതികരണ ഭാഷ കൂടിപ്പോയി. കുഞ്ഞിൻ്റെ കാലിനെ കുറിച്ച് അങ്ങനെ ഒന്നും സംസാരിക്കാനല്ലേ, ചെറിയ കുഞ്ഞല്ലേ. അതെ, കറക്റ്റാ. നിന്റെ കൊച്ചിനെ നിന്നെയും പറഞ്ഞത് തെറ്റാ. ഞാനത് സപ്പോർട്ട് ചെയ്യത്തില്ല. പക്ഷെ നീ അതിന് കൊടുത്ത റിപ്ലൈ കോണത്തിലെ റിപ്ലൈ ആയിപ്പോയി. ഓക്കെ, അങ്ങനെ പിന്നെ നിങ്ങൾ രണ്ടുപേരും കൊടുത്ത മറുപടിക്ക് ഒരു തെറ്റുമില്ല. കാത്തിരുന്ന് കിട്ടിയ കുഞ്ഞിനെ പറ്റി തോന്നിയ ദിവസം പറഞ്ഞാൽ ഇതിലും വലിയ മറുപടി കൊടുക്കണം എന്ന് പറഞ്ഞു വന്ന് സപ്പോർട്ട് ചെയ്യുന്നവരും ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ നിലവിലത്തെ സിറ്റുവേഷൻ. ഞാൻ ഒറ്റ കാര്യമേ പറയുള്ളൂ, കൊച്ചിനെ അടുത്ത് കിടത്തിക്കൊണ്ട് അവരാതെ വിളിച്ച് പറയല്ലേ. ഓക്കെ, അത് മനസ്സിലാക്കാനുള്ള സാമാന്യ ബോധം നിനക്കുണ്ടാവണം. ഇല്ലെങ്കിൽ നാട്ടുകാർ വീണ്ടും നിന്നെ അടിച്ച് പഞ്ഞിക്കിടും. കൂടുതലായിട്ട് എനിക്കൊന്നും പറയാനില്ല. നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പെടുത്താകൊണ്ട് പുതിയ വീഡിയോ ഇടണം.